ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. മുടി കൊഴിച്ചിൽ, മുടി പൊട്ടൽ, മുടി വളർച്ച കുറയൽ തുടങ്ങിയ മുടിയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ നമ്മളിൽ മിക്കവരും അനുഭവിക്കുന്നുണ്ട്. ചർമ്മത്തെ പോലെ മുടിയുടെ അവസ്ഥയും ശരീരത്തിനകത്തെ ആരോഗ്യത്തിൻ്റെ ഒരടയാളമാണ്. മുടിയുടെ ഓരോ ഇഴകളെയും സൃഷ്ടിക്കുന്ന കോശങ്ങൾക്ക് പ്രധാന പോഷകങ്ങൾ പതിവായി ആവശ്യമാണ്. മുടിക്ക് തിളക്കവും നല്ല ബലവും ലഭിക്കേണ്ടതിന് പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് എന്നിവയുൾപ്പെടെയുള്ള പോഷകങ്ങൾ ശരിയായ അളവിൽ കഴിക്കുക തന്നെ വേണം. അതിനാൽ മുടിയുടെ ആരോഗ്യത്തിന് ഭക്ഷണക്രമത്തിന് പ്രധാന പങ്കാണുള്ളത്. മുടി വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും മുടി കൊഴിച്ചിൽ തടഞ്ഞ് മുടി നല്ല ബലവും തിളക്കവുമുള്ളതാക്കി മാറ്റുന്നതിനും ഈ 8 ഭക്ഷണങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടവയാണ്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. മുട്ട. മുടി കൊഴിയുമ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, മുട്ട തേച്ചാൽ മതി, മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കുമെന്ന്. അത് ശരിയാണ്. ആരോഗ്യമുള്ള മുടിക്കും മുടി കൊഴിച്ചിലിനും ഏറ്റവും നല്ലൊരു പ്രകൃതിദത്തമായ വഴിയാണ് മുട്ടയുടെ വെള്ള. പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മുട്ടയുടെ വെള്ള നല്ലൊരു ഹെയർ പാക്കാണെന്ന് പറയാം. സിങ്ക്, വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, ല്യൂട്ടീൻ എന്നിവ മുടിക്ക് ഗുണം ചെയ്യുന്ന മുട്ടയിലെ മറ്റ് പ്രധാന പോഷകങ്ങളാണ്. മുട്ടയുടെ മഞ്ഞക്കരുവിൻ്റെ ഭാഗത്ത് ലെസിത്തിൻ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇത് മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നിങ്ങളുടെ മുടിയിഴകളെ കൂടുതൽ സിൽക്കിയും മിനുസമുള്ളതുമാക്കി മാറ്റുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. കൂടാതെ കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന വിവിധ പ്രോട്ടീനുകൾ മുട്ടയിൽ അടങ്ങിയിരിക്കുന്നു. കൊളാജൻ സിന്തസിസ് വർദ്ധിക്കുന്നത് മുടിയുടെ ശക്തിയും കനവും മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. ഇവയിൽ മുടിയുടെ അവശ്യ ഘടകമായ ബയോട്ടിൻ അടങ്ങിയിരിക്കുന്നതിനാൽ മുട്ട മുടിയുടെ വളർച്ചയെ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. കൂടാതെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും മുടിക്ക് ബലം നൽകുകയും ചെയ്യുന്ന ഇരുമ്പും മുട്ടയിൽ അടങ്ങിയിരിക്കുന്നു. മുട്ടയുടെ മഞ്ഞക്കരുവിൽ പ്രോട്ടീൻ, ഫാറ്റി ആസിഡുകൾ, വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ തുടങ്ങിയ വിറ്റാമിനുകളും അടങ്ങിയിരിക്കുന്നു. ഈ പോഷകങ്ങൾ മുടിയുടെ വളർച്ചയെ സഹായിക്കുകയും മുടി കൊഴിച്ചിൽ ലക്ഷണങ്ങളെ ഏറ്റവും എളുപ്പത്തിൽ കുറയ്ക്കുകയും ചെയ്യുന്നു. പ്രോട്ടീൻ, ബയോട്ടിൻ എന്നീ 2 പ്രധാന പോഷകങ്ങളാൽ സമ്പുഷ്ടമായ മുട്ട കേടുപാടുള്ള തലമുടിക്ക് പോഷകവും രൂപഘടനയും നൽകുന്നതിനോടൊപ്പം തലയോട്ടിയിലെ അസ്വസ്ഥതകളെ കുറച്ചുകൊണ്ട് മുടി പൊട്ടിപ്പോകുന്നത് കുറയ്ക്കുന്നതിനും കൂടെ സഹായിക്കുന്നു. കേശ സംരക്ഷണം ആരോഗ്യമുള്ളതാക്കി മാറ്റിക്കൊണ്ട് മിനുസമാർന്നതും സിൽക്കിയായതുമായ തലമുടി ഉറപ്പാക്കുന്നതിനായി ആഴ്ചയിൽ 3 തവണ മുട്ട അടിസ്ഥാനമാക്കിയുള്ള ഹെയർ മാസ്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ഡെയിലി ഡയറ്റിലും മുട്ട ഉൾപ്പെടുത്തുക. 2. ഇലക്കറികൾ. ഇലക്കറികളിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, കരോട്ടിൻ, ഫോളേറ്റ്, പൊട്ടാസ്യം എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇലക്കറികൾ ശരീരത്തിൽ കെരാറ്റിൻ നൽകുകയും മുടിയെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഇലക്കറികൾ ഇരുമ്പിൻ്റെ സമ്പന്നമായ ഉറവിടം കൂടിയാണ്. ഓക്സിജനും പോഷകങ്ങളും വഹിക്കുന്ന ശരീരത്തിലെ അവശ്യ ധാതുവാണ് ഇരുമ്പ്. ഇരുമ്പിൻ്റെ അളവ് കുറവായതിനാൽ മുടിക്ക് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുകയില്ല. ഇരുമ്പിൻ്റെ കുറവ് മുടി വളർച്ചയെ തടസ്സപ്പെടുത്തുകയും മുടിയുടെ ഇഴകളെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. അതിനാൽ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ചീര പോലുള്ള ഇലക്കറികൾ കൂടി ഉൾപ്പെടുത്തുന്നത് മുടി കൊഴിച്ചിൽ ഏറ്റവും മികച്ച രീതിയിൽ തടഞ്ഞു നിർത്താൻ സാധിക്കുകയും ഒപ്പം മുടിയുടെ വളർച്ചയ്ക്കും സഹായിക്കും. 3. മത്സ്യം. ആരോഗ്യകരമായ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് ഫാറ്റി ആസിഡുകൾ. വിവിധ മത്സ്യങ്ങളിൽ നിന്ന് നമുക്കിത് എളുപ്പത്തിൽ ലഭ്യമാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഒരു പ്രഥമ സ്ഥാനം അർഹിക്കുന്ന ഒന്നുകൂടിയാണ് മത്സ്യങ്ങൾ. ഇവയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ ഹൃദയത്തിനും ചർമ്മത്തിനും കണ്ണുകൾക്കുമൊക്കെ വളരെയധികം ഗുണപ്രദമാണ്. എന്നതിലുപരി മുടി കൊഴിച്ചിലിനെ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്ന പ്രധാന പോഷകങ്ങൾ കൂടിയാണിത്. സാൽമൺ, മത്തി, അയല എന്നീ മത്സ്യങ്ങളിൽ ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ, പ്രോട്ടീൻ, വൈറ്റമിൻ ഡി, ആൻറ്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ തലയോട്ടിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനും വളരെയധികം നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഡിയുടെ സാന്നിധ്യം മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും ഇടതൂർന്നതും മൃദുത്വമുള്ളതുമായ തലമുടി നൽകാനും സഹായിക്കുന്നതിനാൽ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ മുടിയുടെ വളർച്ചയ്ക്കായി മത്സ്യങ്ങൾ ഉൾപ്പെടുത്തുക. 4. മധുരക്കിഴങ്ങ്. മുടി കൊഴിച്ചിൽ തടയാൻ ഏറ്റവും അധികം സഹായിക്കുന്ന നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് മധുരക്കിഴങ്ങ്. വൈറ്റമിൻ എ സമ്പന്നമായ ബീറ്റ കരോട്ടിൻ ഇവയിൽ ധാരാളമായി കാണപ്പെടുന്നു. തലയോട്ടിയിലെ ആരോഗ്യകരമായി നിലനിർത്തുന്ന എണ്ണമയമുള്ള പദാർത്ഥമായ സെബം ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം മുടിയുടെ വളർച്ചയെ വർദ്ധിപ്പിക്കാനും മധുരക്കിഴങ്ങിലെ പോഷകങ്ങൾ വളരെ നല്ലതാണ്. 5. സിട്രസ് പഴങ്ങൾ. നാരങ്ങ, ഓറഞ്ച്, മുന്തിരി തുടങ്ങിയ സിട്രസ് പഴങ്ങൾ
വൈറ്റമിൻ സിയുടെ സമ്പന്നമായ ഉറവിടം കൂടിയാണ്. വൈറ്റമിൻ സി കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും തലയോട്ടിയിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇരുമ്പാഗിരണം ചെയ്യുന്നതിനും വൈറ്റമിൻ സി സഹായിക്കുന്നു. ഇത് തലയോട്ടിയിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും മുടിയുടെ വളർച്ച മെച്ചപ്പെടുത്തുകയും ഉചിതമായ പോഷകാഹാരം നൽകുകയും ചെയ്യുന്നു. 6. അവക്കാഡോ. പൊട്ടാസ്യവും അമിനോ ആസിഡുകളും സമ്പുഷ്ടമായി അടങ്ങിയിരിക്കുന്ന ഈ പഴം തലമുടിയുടെ വളർച്ചയ്ക്ക് മറ്റെന്തിനേക്കാളും ഫലപ്രദമായ ഒന്നാണ്. ഇതിലെ ആരോഗ്യകരമായ കൊഴുപ്പുകൾ വൈറ്റമിൻ ഇ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പന്നമാണ്. ഈ കൊഴുപ്പുകൾ തലയോട്ടിയെ പോഷിപ്പിക്കുകയും മുടി കൊഴിച്ചിൽ തടഞ്ഞ് മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. 7. നട്ട്സ്. ബദാം, വാൽനട്ട് എന്നിവ മുടിക്ക് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നതിന് സഹായിക്കുന്ന പോഷകങ്ങളാണ്. ഇവയിൽ ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡുകളും അടങ്ങിയിരിക്കുന്നു. ഇത് മുടിയുടെ കനം വർദ്ധിപ്പിക്കുകയും ജലാംശം നിലനിർത്തുകയും ശക്തമാക്കുകയും ചെയ്യുന്നു. 8. ക്യാരറ്റ്. ക്യാരറ്റ് വൈറ്റമിൻ എയുടെ സമ്പന്നമായ ഉറവിടമാണ്. ഇത് മുടിക്ക് ധാരാളം ഗുണങ്ങളാണ് നൽകുന്നത്. മുടി ഉൾപ്പെടെയുള്ള ശരീരകോശങ്ങളുടെ വളർച്ചയ്ക്ക് വൈറ്റമിൻ എ അത്യാവശ്യമാണ്. കൂടാതെ ക്യാരറ്റിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ മുടി കൊഴിച്ചിൽ തടയാനും മുടിയെ ശക്തിപ്പെടുത്താനും സഹായിക്കും. അതിനാൽ വേഗത്തിലുള്ള മുടി വളർച്ചയ്ക്ക് ക്യാരറ്റ് ഡയറ്റിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം മുടിയുടെ ആരോഗ്യത്തിനും മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിൽ തടയുന്നതിനും മുടി നല്ല ബലമുള്ളതും നല്ല കട്ടിയുള്ളതുമൊക്കെ ആയിത്തീരുന്നതിന് കഴിക്കാവുന്ന നല്ല ഭക്ഷണങ്ങളാണ്. ഈ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മൂലം മുടി കൊഴിച്ചിൽ മാത്രമല്ല തടയുന്നത്, ശരീരത്തിൻ്റെ മൊത്തം ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. അതിനാൽ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുക. മുടിയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നവരും മുടി കൊഴിച്ചിൽ തടയാൻ ആഗ്രഹിക്കുന്നവരും ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. 1. മുടിയുടെ തുമ്പ് വെട്ടാൻ മറക്കരുത്. മുടിയുടെ തുമ്പ് പിളർന്നു കഴിഞ്ഞാൽ ഇത് മുടിയുടെ വളർച്ചയെ ബാധിക്കും. മുടി വളരാൻ മുടിയുടെ തുമ്പ് മുറിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അല്പമെങ്കിലും തുമ്പ് വെട്ടുന്നത് വളരെ നല്ലതാണ്. 2. ദിവസവും മുടി കഴുകണമെന്നില്ല. പക്ഷേ വിയർപ്പും അഴുക്കുമുണ്ടെങ്കിൽ മുടി കഴുകണം. മുടി കഴുകുന്നത് തണുത്ത വെള്ളം കൊണ്ടാകണം. പ്രത്യേകിച്ച് വരണ്ട മുടിയുള്ളവർ ചൂടുവെള്ളം ഉപയോഗിച്ച് മുടി കഴുകരുത്. മുടി കഴുകിയതിനു ശേഷം മുടി പതുക്കെ തുവർത്തുക. പിന്നെ മുടിക്ക് ഉപയോഗിക്കുന്ന ഷാമ്പു ഒന്നും ഇടയ്ക്കിടെ മാറ്റരുത്. മുടിക്ക് ചേരുന്ന ഉൽപ്പന്നം ഏതാണെന്ന് നോക്കി ഉപയോഗിക്കണം. 3. മുടി വളരണമെങ്കിൽ മുടിയെ നമ്മൾ വൃത്തിയായി കൊണ്ടു നടക്കണം. ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയും വേണം. അങ്ങനെ പ്രധാനമായും ചെയ്യേണ്ട കാര്യമാണ് സ്കാൽപ്പ് മസാജ്. ഇത് ചെയ്യാം. ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്കാൽപ്പ് മസാജ്. ഇത് മുടിയിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് മൂലം മുടി വളരാൻ ഇടയാകും. 4. ദിവസവും ഷാമ്പു ഉപയോഗിച്ച് മുടി കഴുകുന്നത് തലമുടിക്ക് ദോഷം ചെയ്യും. അതിനാൽ ആഴ്ചയിൽ 2-3 ദിവസം മാത്രം ഷാമ്പു ഉപയോഗിക്കുക. അമിതമായി ഷാമ്പു ഉപയോഗിക്കുന്നത് മൂലം മുടി വളരാൻ സഹായിക്കുന്ന നാച്ചുറൽ ഓയിൽ നഷ്ടമാവും. ഷാമ്പു ചെയ്തു കഴിഞ്ഞാൽ കണ്ടീഷണർ ഉപയോഗിക്കാനും മറക്കരുത്. 5. മുടിയിഴകൾ എല്ലായ്പ്പോഴും ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഉണക്കുന്ന ശീലം അത്ര നല്ലതല്ല. 6. ദിവസവും 10 മിനിറ്റിൽ കൂടുതൽ മുടി ചീവാതിരിക്കാൻ ശ്രദ്ധിക്കണം. നനഞ്ഞിരിക്കുമ്പോൾ മുടി ചീവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. മുടി കൊഴിച്ചിൽ പൂർണ്ണമായി നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. മുടി നന്നായി വളരാനും ഈ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.